കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടെങ്കിലും വ്യാപാരികൾ എന്നും പ്രതിസന്ധിയിൽ തന്നെ. കടകൾ തുറക്കാൻ അനുവദിച്ചെങ്കിലും ഇതുവരെയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. തീപിടുത്തത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളും പൂർണ്ണമായും മാറ്റിയിട്ടില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, വലിയൊരു അപകടത്തിന്റെ ബാക്കി പത്രമായി ഇപ്പോഴും അവിടെ അവശിഷ്ടങ്ങൾ, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കടകൾ തുറക്കാൻ അനുവദിച്ചു, പക്ഷേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. അതായത് വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലാണ്, അല്ലേ? കഴിഞ്ഞ മെയ് 18-നാണ് ഈ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ തീപിടുത്തമുണ്ടായത്. നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളുള്ള തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യവും വലിയ നാശനഷ്ടം ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ കട തുറക്കുവാനും അവിടെ വ്യാപാരം നടത്തുവാനും കോർപ്പറേഷൻ അനുമതി നൽകിയെങ്കിൽ കൂടിയും അവിടുത്തെ വൈദ്യുതി ബന്ധം പോലും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ കൃത്യമായി ആ പ്രശ്നം, അതായത് ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല കോർപ്പറേഷൻ എന്നത് തന്നെയാണ്. ഈ വ്യാപാരികളൊക്കെ തന്നെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. നമുക്കറിയാം, നിരവധി ആളുകൾ എത്തിച്ചേരുന്ന ഒരിടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ പോലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ ഈ കട തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി മാത്രം നൽകി കോർപ്പറേഷൻ കൈയൊഴിയുന്ന ഒരു സാധ്യതയാണ് ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്തും ഈ വ്യാപാരികളും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു വാഗ്വാദം ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, അതായത് ഈ കോർപ്പറേഷൻ പറഞ്ഞത് ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ അനുമതി നൽകിയിരുന്നു എന്നും വ്യാപാരികൾ പറഞ്ഞിരുന്നത് പിന്നീട് യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ഒന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതുമാണ്. അത്തരത്തിലൊരു തർക്കം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് വ്യാപാരികളോട് കടയെ ഉൾപ്പെടെ തുറന്നു പ്രവർത്തിച്ചു എന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ വൈദ്യുതി ബന്ധം പോലും പുനഃസ്ഥാപിക്കുവാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ അവശിഷ്ടങ്ങൾ, അതായത് ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഉണ്ടായ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റാൻ പോലും കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, ഈ തീപിടുത്തത്തിൽ അതായത് ഫ്ലെക്സ് ബോർഡുകളൊക്കെ അവിടെ നിർത്തിയിരുന്നു. അതൊക്കെ തന്നെയും അഴിഞ്ഞു വീഴാറായ ഒരു അവസ്ഥയിലാണ്. ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങളുടെ ദേഹത്തേക്കൊക്കെ ഇത് വീഴുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവും. കൃഷ്ണദാസ്, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായ മാസങ്ങൾ പിന്നിട്ടിട്ടും വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.